യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ന്റെ 1-ാമത്തെ വചനം പറയുക, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ. ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. അതാണ് ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ നാം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവി ഒഴുകും. സർവ്വത്തിൽ പറഞ്ഞ യേശുവേ നന്ദി, ഹല്ലേലൂയ. യോഹന്നാൻ 7:37, 38, 39 തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദം ഉയർത്തി, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അവരുടെ കൃപ കിട്ടാൻ വേണ്ടി നിങ്ങൾ ദാഹിച്ച് പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി 1 എളിമ, 2 പശ്ചാത്താപമുള്ള മനസ്സായിരിക്കണം. ഇന്ന് വരെ വന്നുപോയി എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് കരഞ്ഞ് 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 പ്രാർത്ഥിക്കണം. അപ്പോൾ നിനക്ക് എന്ത് കിട്ടും? ഒക്കെ പറഞ്ഞ് എന്ത് കിട്ടും? കൃപ കിട്ടും. കൃപ കിട്ടിയാലും പ്രത്യേകം എന്താ? കൃപ കിട്ടിയാൽ പ്രൊട്ടക്റ്റഡ്. പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. നിരവധി കൃപകളുണ്ട്. ചില കൃപകൾ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷ കിട്ടും. ഞാനൊക്കെ ഓർമ്മിക്കുക, ഞാൻ തുടങ്ങുന്നത് നമുക്ക് ഒന്നുമില്ലാത്തവരായിരുന്നു. ഒന്നുമില്ല, സീറോയിലാണ് ഞാൻ എന്റെ ശുശ്രൂഷ ജീവിതം ആരംഭിക്കുന്നത്. ഒന്നുമില്ല. ഒരു ബൈബിള് വായിക്കാൻ പോലുള്ള കപ്പാസിറ്റി ഇല്ലാത്ത കാലഘട്ടം, ധൈര്യമില്ലാത്തൊരു കാലഘട്ടം. സർവ്വത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. ആ സമയത്താണ് ഞാൻ പ്രയർ ഗ്രൂപ്പിൽ പോയിട്ട് ഞാൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. യേശുവേ നന്ദി. ആ സമയത്ത് എന്നോട് അന്ന് ഗുരു പറയും, വചനം എഴുതി വായിക്കും. അവന് കൃപ കിട്ടാനുള്ള ഏറ്റവും വലിയ വഴികളൊന്നാണ് എന്ത്? വചന വായന. ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ടാണ് കൗദാസിക ജീവിതം. പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കുക, പരിശുദ്ധ കുർബാനയിൽ നല്ല തീക്ഷ്ണതയോടെ പങ്കുചേരുക, ഒരുക്കത്തോടെ പങ്കുചേരുക, കുർബാന ഉൾക്കൊള്ളുക. ഇത് കുർബാന സ്വീകരിച്ച ശേഷം പള്ളിയിൽ ഇരുന്ന് വീണ്ടും പ്രാർത്ഥിക്കുക. അല്ലാണ്ട് പള്ളിയിൽ കുർബാന കഴിഞ്ഞ ഉടനെ എല്ലാവരും ഓടിയിറങ്ങി പോകുമ്പോൾ ഞാൻ ഓടിയിറങ്ങി പോകത്തില്ല. അവിടെ ഇരിക്കും. അവിടെ ഇരുന്ന് ഞാൻ കുർബാന ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ കാര്യം പറഞ്ഞു വരുന്നത്. സെമിനാരി പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലെ പറഞ്ഞ കാര്യമാണ്. അങ്ങനെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സർവ്വത്തിൽ യേശുവേ നന്ദി. ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്യുക. അപ്പൊ മറ്റേ മണിക്കൂറിൽ ഇരിക്കുക. കാരണം കൃപ കിട്ടണമെങ്കിൽ ഇരിക്കാണ്ട് കൃപ ഒരിക്കലും കിട്ടത്തില്ല. അപ്പൊ ദൈവം തന്നെ കൃപകൾ തരിക, ആത്മാവിന്റെ അഭിഷേകം തരിക. അവിടാണ് ധൈര്യം കിട്ടുന്നത്. പരിശുദ്ധാത്മ നല്ല ധൈര്യം, സുവിശേഷ പ്രസംഗം നല്ല ധൈര്യം, ശുശ്രൂഷിക്കണം നല്ല ധൈര്യം. കാരണം കൃപയാണ്, അല്ലാതെ മനുഷ്യന്റെ കഴിവല്ല. ഒന്നും ദൈവത്തിന്റെ ദൈവം തരുന്ന കൃപയാണ്. അപ്പൊ ഈ കൃപയ്ക്ക് വേണ്ടി നിരന്തരം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സർവ്വത്തിൽ ഹല്ലേലൂയ. ഈ കാലഘട്ടം കൃപ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടം ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാപം കൂടുന്നു. പാപം പെരുകുമ്പോൾ എന്ത് നഷ്ടപ്പെടും? പാപം പെരുകുമ്പോൾ മനുഷ്യൻ നിന്ന് കൃപയുടെ ജീവിതം നഷ്ടപ്പെട്ടു പോവുകയാണ്. അതൊന്ന് കുടുംബങ്ങൾ ഭിന്നിക്കുന്നു. അതിന് കാരണം എന്താ? സാത്താന്റെ ശക്തി ഇന്ന് കൂടുതലാണ്. പഴയ കാലത്ത് പോലെ ഇരട്ടിയുടെ 10 ഇരട്ടി പവർ. അതിനെച്ചാൽ ഇന്നെന്താ പണ്ടത്തെ കാലം വ്യത്യാസമുണ്ട്. പണ്ട് ഇതുപോലെ അല്ലായിരുന്നു, ഇന്നും ഇങ്ങനെയല്ല. ചോദ്യങ്ങൾ കറക്റ്റ്, പക്ഷെ വ്യത്യാസമുണ്ട്. പണ്ട് മനുഷ്യന് അല്പം കൂടെ ദൈവവിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ന് മനുഷ്യന് ദൈവവിശ്വാസം കുറയുന്നു. ദൈവവിശ്വാസം അതാണ്. വിശ്വാസം കുറയുമ്പോൾ അന്ധവിശ്വാസം കൂടും. ഹല്ലേലൂയ. വിശ്വാസം കുറയുമ്പോൾ ഏറ്റവും കൂടുതൽ മന്ത്രവാദികളുടെയും കൂടോത്രവാദികളുടെയും ഈ ഗോസ്റ്റ് എന്ന് പറയുന്ന ഭൂതങ്ങളുടെ ഒക്കെ പിന്നാലെ പോകുന്ന ആളുകൾ ശരിക്കും ഈ കേരളത്തിലല്ല കൂടുതലും. കൂടുതലുള്ളത് വിദേശ രാജ്യങ്ങളിലാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ചെല്ലുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ പെടുന്ന ഇഷ്ടംപോലെ ആളുകൾ കണ്ടുമുട്ടാം. കഴിഞ്ഞ ദിവസം ഒരു സർവേ ഞാൻ കേട്ടതാണ്. ഈ ചില രാജ്യങ്ങളിൽ 40% ആൾക്കാർ ഇത്തരം മേഖലകളിൽ പോകുന്നുണ്ടെന്നാണ് അവർ സർവേ പറയുക. എന്ന് വിശ്വസിക്കും. അവർ ദേഹത്ത് ഇങ്ങനെ ചില പ്രത്യേക പച്ച കുത്തുന്നു, ചില തേളുകളുടെ രൂപങ്ങള്, പാമ്പിന്റെ രൂപങ്ങള്, ചില വസ്തുക്കൾ, ചില മൃഗങ്ങളുടെ രൂപങ്ങളൊക്കെ ദേഹത്തെ പച്ച കുത്തുന്നു, ചില ചരടുകൾ ധരിക്കുന്നു, ചില കെട്ടിയിടുന്നു, ചില കാലയിൽ കെട്ടുന്നു, ചില കുഞ്ഞുങ്ങൾ കയ്യെ ധരിക്കുന്നു. ഇതൊക്കെ മുഴുവൻ അന്ധവിശ്വാസം. ചില കല്ലുകളൊക്കെ ഭയങ്കര പ്രശ്നം. ഇതിലാണ് അന്ധവിശ്വാസം. ചില കല്ലുകൾ വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യക്കല്ലുമാണ്. അവന്റെ ഭാഗ്യം തീർന്നു. അത് എന്ന് തൊട്ട് അവന്റെ ഭാഗ്യം തീരുക. അവന്റെ കൃപ തീർന്നു. അതുകൊണ്ട് അവന്റെ ജീവിതത്തിന്റെ സ്വഭാവം മാറുക. അപ്പൊ ഇതെല്ലാം വരികയാണ്. ഒരുപാട് അതാണ്. അതോ നല്ല വിദ്യാസമ്പന്നരായ ആളുകൾ ഇന്ത്യയിൽ എനിക്ക് വളരെ വിദ്യാസമ്പന്നരായ ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന്റെ കോൺഫറൻസ് നടക്കുക. ആ മേഖല ഞാൻ പറയത്തില്ല. അത്ര ഫേമസ്, അത്ര എല്ലാം തന്നെ എഞ്ചിനീയേഴ്സിന് മുകളിലുള്ള എഞ്ചിനീയേഴ്സ് എന്ന് പറയാം. അത്ര സൂപ്പർ. പക്ഷെ ആ കൂട്ടായ്മയിലുണ്ടായ സംസാരങ്ങൾ, ചില വിഷയങ്ങൾക്ക് മുഴുവൻ അന്ധവിശ്വാസങ്ങളുടെ സംസാരം ഉണ്ടായത്. അപ്പൊ അതിൽ പങ്കെടുത്ത ഒരാൾ പറയാം, എന്റെ ചോദ്യം ശരിയാകത്തില്ല.
വലിയ ബുദ്ധിമാന്മാരാണ്, പക്ഷേ മുഴുവൻ പൈശാചിക കാര്യം കൊണ്ടിരിക്കുക. അപ്പൊ ഇത് കൂടിക്കൊണ്ടിരിക്കുക. ഇന്ന് ലോകം മുഴുവൻ അന്ധവിശ്വാസവും അതുകൊണ്ട് പൈശാചിക പ്രവർത്തനമുണ്ടല്ലോ. അതുകൊണ്ട് ഒരു വീട്ടിൽ ഒരു പാപം ചെയ്യുന്ന വ്യക്തി ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ലഹരികൾ, എന്തും അതും ദുശ്ശീലങ്ങളും വഴി എന്തും, അതുപോലെ തന്നെ വ്യഭിചാര സ്വയങ്ങളുള്ള, അതുപോലെ ടെലിവിഷന്റെ മുമ്പിൽ കുത്തിയിരിക്കുന്ന ജീവിതങ്ങളും, ഇത് മുഴുവൻ വീട്ടിൽ പിശാചി കയറുക. പിന്നെ അവിടെ വരുന്നെന്താ? പിശാചി പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ ജോലിയൊക്കെ ശരിയാവും, പഠനമൊക്കെ ശരിയാവും, ബിസിനസ് ഒക്കെ ശരിയാവും, പക്ഷേ രോഗങ്ങളോ പൈസ ഉണ്ടാകുന്ന മുഴുവൻ ആശുപത്രിക്കാരും കൊണ്ടുപോകും, അല്ലെങ്കിൽ ബ്ലേഡുകാരും കൊണ്ടുപോകാം, പൈസ അല്ലെങ്കിൽ കുടുംബം പോവുക, കയ്യിൽ പൈസ പോവുക, മുഴുവൻ പോവുക. സമ്പത്ത് ദൈവം തരുന്ന അനുഗ്രഹമായിട്ട് വരും, പക്ഷെ വരുന്നത് പോകുന്നതല്ല ഒറ്റ ദിവസം തന്നെയാണ്. ഒരു ദിവസം കൊണ്ട് സ്വസ്ഥതയില്ല. മക്കൾ കൊണ്ടുപോയിട്ട് ജോലിക്ക് കൊണ്ട് പൈസ കൊണ്ടുപോയിട്ട് ഭയങ്കര പ്രശ്നമാണ്. ചില പോയിട്ട് വലിയ ഈ പിശാചുബാധകൾ, പിന്നെ പിള്ളേർ പോയിട്ട് വിവാഹ ബന്ധങ്ങൾ ഏർപ്പെടും, മുഴുവൻ പൊട്ടിത്തകരുക, വഴിവിട്ട സുഹൃത്തിന് ബന്ധങ്ങൾ വരിക. ചില കുഞ്ഞുങ്ങളൊക്കെ മനസ്സിൽ സഹിച്ചുകൊണ്ട് ജീവിക്കുക, മുന്നോട്ട് പോകാൻ മേല, പുറകോട്ട് പോകാൻ മേല, ആരോടും പറയാൻ മേല, സ്വന്തം ജീവിതം തകർന്നു, ഇനി ആരോടും പറയാൻ മേല ജീവിക്കുന്ന എത്രയോ ജീവിതങ്ങൾ അങ്ങനെ തകർന്നു പോകും. കാരണം കൃപ നഷ്ടപ്പെട്ടു. പാപം പെരുകുമ്പോൾ എന്ത് പറയും? കൃപ പറയും. അവിടെ നമ്മൾ അനുതാപം കൂട്ടുക, പശ്ചാത്തപിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ശരിക്കും പ്രാർത്ഥിച്ച് കൃപയുടെ ജീവിതത്തിൽ, കൃപയുടെ കീഴിലാണ്. അതുകൊണ്ട് പാപത്തിന്റെ ഭരണം നമ്മൾ വരത്തില്ല, സാത്താന്റെ ഭരണം നമ്മുടെ മേൽ വരത്തില്ല, ഇതൊന്നും വീടിന്റെ മേൽ വരില്ല. കൃപയുടെ ജീവിതത്തിൽ നിങ്ങൾ വരണം. അതുകൊണ്ട് കൃപ കിട്ടാനുള്ള വഴികൾ ഞാൻ പറയുകയാണ്. 1 എളിമ, 2 അനുതാപം. സർവ്വത്തിൽ ഹല്ലേലൂയ. ഈ എളിമയിലൂടെ, അനുതാപത്തിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട എന്താ? പ്രകാശം, വിശുദ്ധി വേണം. എളിമയും വിശുദ്ധി. എന്റെ ആത്മീയ ജീവിതത്തിൽ എന്നെ പഠിപ്പിച്ച ആളുകളെല്ലാം പഠിച്ചാണ് വിശുദ്ധി, എളിമ, വിശുദ്ധി. വിശുദ്ധിയിൽ എത്രമാത്രം നമുക്ക് ആയിത്തീരാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ ആയിത്തീരാനായിട്ട് ശ്രമിക്കണം. ശ്രമത്തിൽ ഹല്ലേലൂയ. കണ്ണുകൊണ്ട് പാപം ചെയ്യരുത്, ചെവി കൊണ്ട് പാപം ചെയ്യരുത്, നാവ് കൊണ്ട് പാപം ചെയ്യരുത്, നമ്മുടെ ചിന്തകൾ പാപം ചെയ്യരുത്, വേണ്ടത് കാണാൻ പോകരുത്, വേണ്ടത് കേൾക്കാൻ പോകരുത്, ഒന്നിലേക്കും പോകരുത്. ജീവിത വിശുദ്ധി സൂക്ഷിക്കുക. ജീവിത വിശുദ്ധി. വിശുദ്ധിക്ക് ഭയങ്കര ബൈബിൾ സഭയുടെ തന്നെ പ്രബോധനമല്ലേ? പ്രത്യേകിച്ച് വത്തിക്കാൻ കൗൺസിലിന്റെ ഏറ്റവും വലിയ പ്രബോധനമാണ് കോൾ ടു ഹോളിനെസ്. വിശുദ്ധിയിലേക്ക് ദൈവം എല്ലാവരെയും വിളിക്കുന്നു. വിശുദ്ധിയിലേക്ക് സഭയുടെ ഏറ്റവും വലിയ പ്രബോധനം വിശുദ്ധിയിലേക്ക്. നിങ്ങളെ വിളിക്കുന്നവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കും. പരിശുദ്ധിലേക്ക് വിളിക്കുക. അപ്പൊ അങ്ങനെ വിളിക്കപ്പെടുന്ന ജീവിതങ്ങൾക്ക് മാത്രമേ കൃപ തങ്ങി നിൽക്കുകയുള്ളൂ. വിശുദ്ധിയുള്ള ഹൃദയങ്ങൾ മാത്രമേ കൃപ തങ്ങി നിൽക്കുകയുള്ളൂ. ഇപ്പൊ നമ്മളിവിടെ ധ്യാനം നടത്തുന്ന അഭിഷേക പ്രാർത്ഥനയാണ്. ഈ അഭിഷേക പ്രാർത്ഥന സമയത്ത് ശരിക്കും അഭിഷേക ആരാധന തുടങ്ങാൻ പോവാ. ഈ കൃപയും കൊടുക്കുമ്പോൾ കൃപ തങ്ങി നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഉറക്കപ്പറ എന്ത് വേണം? വിശുദ്ധി വേണം. ഉറക്കപ്പറ ഹല്ലേലൂയ. ചീത്ത പറയുന്ന മനുഷ്യൻ. അതുകൊണ്ട് കൃപയ്ക്ക് പ്രാർത്ഥിക്കുക. അവിടെ കൃപ കിട്ടിയാൽ നമ്മൾ ചീത്ത വാക്കുകൾ പറയല്ല. ചീത്തവാക്ക് കൃപ നഷ്ടപ്പെടുമ്പോഴോ നാവിന്റെ നിയന്ത്രണം വിട്ടുപോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാറുണ്ട്, എന്റെ ജീവിതത്തിന്റെ വലിയ കൃപയെ പറയും, ജനിച്ചവർ എന്നെ പോലെ അറിയാണ്ട് പോലും ചീത്തവാക്ക് എന്റെ വായിലൂടെ വന്നിട്ടുണ്ട്. ജനിച്ചിട്ടില്ല. അത് കൃപയാണ്. ദൈവം തന്നെ വലിയൊരു കൃപയാണ്. അറിയാണ്ട് പോലും വരാത്തൊരു വിഷയം. സർവ്വത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. ഒറ്റ വെള്ളിയാഴ്ച പോലും ജനിച്ചവർ എന്നെ വരെ ഒറ്റ വെള്ളിയാഴ്ച പോലും മാംസഭക്ഷണം ചെയ്തില്ല. അത് കൃപയാണ്. ആ കൃപ കിട്ടിയൊരു കൃപ കളയരുത്. പിശാച് വഴി കൃപ കളയാനായിട്ട് വരും. ഞായറാഴ്ച ദിവസം വിശുദ്ധ ദിനമായിട്ട് ആചരിക്കാൻ പറ്റുന്നതൊരു കൃപയാണ്. ആ കൃപ കിട്ടിയത് കളയരുത്. എന്ത് വില കൊടുത്തും ആ കൃപ സൂക്ഷിക്കണം, സംരക്ഷിക്കണം. സർവ്വത്തിൽ യേശുവേ നന്ദി. സർവ്വത്തിൽ ഹല്ലേലൂയ. സർവ്വത്തിൽ യേശുവേ നന്ദി. കൃപ നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യണം? ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിച്ച് അനുഭവിച്ച് പ്രാർത്ഥിച്ചിട്ട് ആ കൃപ വീണ്ടെടുക്കണം. തിരിച്ചു വന്ന് ബൈബിൾ പറഞ്ഞത്, നീ തിരിച്ചു വരികയാണെങ്കിൽ നിന്നെ വീണ്ടും ഞാൻ പുനഃസ്ഥാപിക്കാമെന്ന് പറഞ്ഞു. സർവ്വത്തിൽ നീ വിലകെട്ടോ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറയുകയാണെങ്കിൽ നിന്റെ നാവ് എന്റെ നാവ് പോലെ നിന്നെ ഞാൻ എന്റെ സന്നിധി പുനഃസ്ഥാപിക്കാമെന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും അനുഭവിച്ചു വരുന്ന വ്യക്തിക്ക് വീണ്ടും ആ കൃപയിലോട്ട് വരിക. അത് ദൂർത്തപുത്രൻ അനുഭവിച്ചു വരുമ്പോൾ വീണ്ടും ആ കൃപയിലേക്ക് വരിക, ദൈവത്തിന്റെ സംരക്ഷണത്തിലേക്ക് വരിക. അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ കൃപ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു. ആദ്യം ചിന്തിക്കേണ്ടത്, എന്റെ ജീവിതത്തിൽ ദൈവം തന്ന കൃപകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കുക. നഷ്ടപ്പെടുത്തിയ കൃപകളുടെ എണ്ണം കണ്ടുപിടിക്കുക. എന്നിട്ട് അത് എങ്ങനെ നഷ്ടപ്പെട്ടു ചിന്തിച്ചു നോക്കുക. അനുഭവിച്ച് പ്രാർത്ഥിക്കുക. സർവ്വത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. 3 കുഞ്ഞുള്ള ഒരു അമ്മയ്ക്ക് 4ാമതൊരു കുഞ്ഞുണ്ടാകുന്നു. ചിലപ്പോൾ പ്രായമായ ശേഷം അത് കൃപയാണത്. അത് നഷ്ടപ്പെടുത്തരുത്. ചിലപ്പോൾ ആ കുടുംബത്തിന്റെ ഭാഗ്യം തെളിയാൻ പോകുന്നു, അല്ലെങ്കിൽ അനുഗ്രഹം തെളിയാൻ പോകുന്നു, അഭിഷേകം തെളിയാൻ പോകുന്നു ആ ഒറ്റ കുഞ്ഞിലൂടെയാണ്. ആ കുടുംബത്തിലെല്ലാം ദൈവത്തിന്റെ പദ്ധതിയുടെ കുഞ്ഞാണ്. അവിടെ 4ാമതൊരു കുഞ്ഞായി വെച്ചിട്ട് കളയരുത്. 5ാമതൊരു കുഞ്ഞുണ്ടായി കളയരുത്. അത് ദൈവത്തിന്റെ കൃപയായിട്ട് എടുക്കണം. ആരെല്ലാം ചിലതൊക്കെ പറയും, ഇതെങ്ങനെ നീന്തുകയും ഇതെങ്ങനെ വളർത്തും, ഇതിങ്ങനെയാണ് നാണക്കേട മാനക്കേട ഒരുപാട് ഇല്ല. ഇത് കൃപയുടെയാ. പിന്നെ നാച്ചുറൽ. അതിനുശേഷം കൃപയാ. അപ്പൊ ഇത് പറയാ, അറിയാണ്ട് സംഭവിച്ചു, അറിയാതുണ്ടായില്ല. നിങ്ങൾ അറിഞ്ഞിട്ടില്ല, പക്ഷെ അറിയേണ്ടവൻ അറിഞ്ഞിട്ടുണ്ട്. ദൈവം അറിഞ്ഞാണ് തന്നിരിക്കുന്നത്. നന്ദി പറഞ്ഞുകൊണ്ട് അതിനെ സ്വീകരിക്കണം. നിങ്ങൾ ഒരിക്കലും കളയരുത്. അത് കൃപയുടെ കുഞ്ഞാണ്. ആ കുഞ്ഞ് അഭിഷേകമായിട്ട് മാറാൻ പോവാ. സർവ്വത്തിൽ പറഞ്ഞ യേശുവേ നന്ദി.
ചിലപ്പോൾ രോഗമുള്ള കുഞ്ഞ് ജനിച്ചു, അതും കൃപയായിട്ട് നിങ്ങൾ എടുക്കണം. സ്ഥലപ്പെടുത്തി ഹല്ലേലൂയ. കാരണം അതിനകത്ത് ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കും. അതാണ് കൃപയുടെ കീഴിലായി ഞാൻ പറയാം. എന്റെ വിശ്വാസമുണ്ട്. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഈശോയുടെ ഒരു വലിയൊരു അനുഭവം, എനിക്ക് വലിയ ആത്മീയ പ്രേരണ കിട്ടിയതാണ്. ദൈവം തെരഞ്ഞെടുത്തവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളുടെയും പിന്നിൽ ആരാധകരമുണ്ട്. ദൈവത്തിന് എന്ത് വേദനയാണ് ശരി, ഒരു തടസ്സമായാലും ശരി, ഒരു നേട്ടമായാലും ശരി, ഒരു തോൽവിയാണ് ശരി, ഒരു വിജയമാണ് ശരി, രോഗമാണ് ശരി, അതിന്റെ പിന്നിൽ ആരാധകരമുണ്ട്. അപ്പൊ ദൈവത്തിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതം സംഭവിക്കുന്ന എല്ലാ കാര്യത്തെയും നീ സന്തോഷത്തോടെ കണ്ടുകൊള്ളുക. ആ പ്രശ്നമാണെങ്കിൽ അത് പ്രശ്നമല്ല, അത് വലിയൊരു അത്ഭുതമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ രോഗിയായിട്ട് പോയിരുന്നാണ്, നിങ്ങൾക്കറിയാം. രോഗാവസ്ഥ കംപ്ലീറ്റ് കടത്താൻ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി വേർപെടുത്താൻ വേണ്ടിയാ. ആ വലിയ വേദനയിലൂടെ 2-3 മാസം ഞാൻ പോയത് മുഴുവൻ ദൈവം വേർപെടുത്തിയെടുക്കാൻ വേണ്ടിയാ, തമ്പുരാന് വേണ്ടി മാറ്റി ഉപയോഗിക്കാൻ വേണ്ടിയാ. അല്ലെങ്കിൽ ഇത് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ നോർമലായിട്ട് പോകുള്ളൂ, സാധാരണ പോകുന്ന പോലെ പോകാൻ പറ്റുള്ളൂ. അവിടെ കർത്താവിനെ എന്നെ വേറെ ദിശയിലോട്ട് തിരിക്കണം. അതിനുവേണ്ടി കർത്താവ് അനുവദിച്ച വേദനയാണ്. അവിടെ അത് നാശമല്ല, അതൊരു സഹനമല്ല, അതൊരു അനുഗ്രഹം, അതൊരു അത്ഭുതമാണ്. ആ രോഗം തന്നെ ഒരു മിറക്കിളാ. രോഗം തന്നെ ഒരു മിറക്കിളാ. രോഗശാന്തിയെക്കാളും വലിയ മിറക്കിളാണെന്ത്? ആ രോഗം വന്നുകൊണ്ട് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയിൽ ദൈവം എന്നെ ഭാഗമാക്കുകയാണ്. രോഗം തന്നെ ഒരു മിറക്കിളാണ്. രോഗശാന്തിയെക്കാളും വലിയ മിറക്കിളാണ് രോഗം. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ദൈവത്തിന്റെ വഴിയിലേക്ക് പോവുകയാണ്. സ്ഥലപ്പെടുത്തി യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. 2 കാര്യം കൊടുത്ത് കർത്താവിനെ സ്തുതിക്കട്ടെ. അവർക്ക് സ്തുതിക്കട്ടെ. പോരാ 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 പോരാ. ഈ ആലയത്തിന്റെ അഭിഷേകം. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. സർവ്വതും ഹല്ലേലൂയ. കൈയടിച്ച് പ്രാർത്ഥിച്ച് പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ വിശുദ്ധി, എളിമ, അനുതാപം. ഒന്നും കൂടെ പറയും, വളരെ പ്രധാനപ്പെട്ടത് വിശ്വാസം കൂടെ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഈ കൃപ കിട്ടണമെങ്കിൽ എഫെസോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-9 വചനം പഠിപ്പിക്കുന്നത്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെടും. എല്ലാവരും പറഞ്ഞ് എന്തുവഴിയാണ്? വിശ്വാസം വഴി കൃപ. അപ്പം യേശു വിശ്വസിക്കുന്നവർക്ക് മാത്രം കിട്ടുന്നതാണ് എന്ത്? കൃപ കിട്ടും. സർവ്വ ഹല്ലേലൂയ. സൗജന്യമായ ഇത് വലിയ ആഴമേറിയൊരു വിഷയമാണിത്. നമ്മൾ ഇനി പഠിച്ചുകൊണ്ടിരിക്കും. ആഴത്തിൽ പഠിച്ച് സഭയിലൂടെ അത് മുഴുവൻ പഠിച്ച് സഭ തന്നെ ഒരു കൃപയാണ്. സർവ്വ ഹല്ലേലൂയ. അതിന് കത്തോലിക്ക സഭയിൽ ഞാൻ ജനിച്ചു വീണു, അതൊരു കൃപയാണ്. സർവ്വ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരു പുരോഹിതനായി അതൊരു കൃപയാണത്. ദാനമാണത്, അഭിഷേകമാണത്. ഇന്ന് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണത്? കൃപയാണ്. ഈ വലിയ ശ്രേഷ്ഠമായ വചനം കേൾക്കാൻ ദൈവം നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നത് ദൈവത്തിന്റെ കൃപയാണ്. ശരിയായ മാർഗത്തിലൂടെ നിങ്ങൾ ഇതിന് കുമ്പസാരിക്കാൻ പറ്റി കൃപയാണ്. ചിലർക്ക് കുമ്പസാരിക്കാൻ പറ്റിയല്ല, കൃപ കിട്ടുക കുമ്പസാരിക്കാൻ പറ്റും. അനുതാപം കിട്ടുന്നത് ഒരു പറഞ്ഞു എന്താണ്? കൃപയാണോ? അതെ, പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഇവിടെ വേണ്ടത് ഈ കൃപ സ്വന്തമാക്കാൻ എളിമപ്പെടുക. ഞാൻ ഒന്നുമല്ല ദൈവമേ, ഞാൻ ഒന്നുമല്ല എന്റെ കർത്താവേ. എളിമപ്പെടുന്നെങ്കിൽ എത്രമാത്രം എളിമപ്പെടുത്താൻ പറ്റുമോ അത്രമാത്രം. അതല്ലേ പരിശുദ്ധമ്മ പറയുന്നത്, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. താഴ്മയെ കടാക്ഷിച്ചു, എളിമയെ കടാക്ഷിച്ചു. ഇതാ ഇപ്പോൾ മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യും. അവിടുത്തെ നാമം പരിശുദ്ധമത്രേ. അവിടുത്തെ ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. സർവ്വ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തരെ താഴെയിട്ടു. പിന്നെന്ത് ചെയ്തു? എളിയവരെ ആരെയാണ് ഉയർത്തുന്നത്? ആ കൃപയാ. അത് കൃപയാ. എളിയവര്, അവഗണിക്കപ്പെട്ട് ഒറ്റപ്പെട്ട് കിടന്നവരെ ദൈവം ഉയർത്ത്. സർവ്വപ്പെടുന്ന യേശുവേ നന്ദി. ഈ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതാണോ? ഹല്ലേലൂയ. ശരിക്കും സമയത്ത് നമ്മൾ പരസ്പരം കാലൊക്കെ പിടിച്ച് ക്ഷമയൊക്കെ ചോദിച്ച് എളിമപ്പെട്ട് നമ്മൾ വചനം വായിച്ച് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. അങ്ങനെ നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കും, കൃപ തരണേ. എന്റെ വീട് എല്ലാത്തിനും കൃപ കിട്ടും. അങ്ങനെ ഓരോന്നും കൃപയായിട്ട് മാറുക. സർവ്വപ്പെടുന്ന ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 10. അബ്രാഹാം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തികളാലാണ് എങ്കിൽ അവൻ അഭിമാനിക്കാൻ വകയുണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ അല്ലെന്ന് മാത്രം. അബ്രാഹാം പ്രവൃത്തികളാൽ അല്ല വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. പ്രവൃത്തി വേണ്ടെന്നല്ല എന്റെ അർത്ഥം. വിശ്വാസത്തിന്റെ ഒരു പവറുണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. കൃപയാൽ തിരഞ്ഞെടുത്തു, കൃപയാൽ തിരഞ്ഞെടുക്കും. യേശുവേ നന്ദി. ഇസ്ഹാക്കിനെ ദൈവം കൃപയാൽ
യാക്കോബ് യേശാവ് അതിലാരെ തെരഞ്ഞെടുത്തു? എന്നൊക്കെ പറഞ്ഞ് ആരെ തെരഞ്ഞെടുത്തു? യാക്കോബിനെ. എന്തിന്റെ കൃപ? അവന്റെ എളിമ, പ്രാർത്ഥനയുടെ ഫലം. സ്വരമെടുത്ത് പറഞ്ഞ യേശുവേ നന്ദി. സ്വരമെടുത്ത് പറഞ്ഞ യേശുവേ നന്ദി. ഹല്ലേലൂയ. അതാണ് അതുപോലെ കാണാൻ പറ്റും. ദാവീദ് ബാലനായിരുന്നു. അവന്റെ മൂത്ത സഹോദരങ്ങളുണ്ട്. ദൈവം അവരെ ആരെയാണ് തെരഞ്ഞെടുക്കുന്നത്? കൃപയാൽ തെരഞ്ഞെടുക്കുന്നത്. ബാലനായ ഇവനെ ദൈവം തെരഞ്ഞെടുത്തിട്ട് ഇസ്രായേൽ ജനത്തിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. എന്തോ ഒരു അഭിഷേകം, അത് കൃപയാണ്. ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. കാരണം അവന് കൃപ കിട്ടണമെങ്കിൽ അനുതാപം, എളിമ ഒക്കെ ഉണ്ടാകണം. ശ്രമത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. എളിമ, 1 എളിമ, 2 അനുതാപം, 3 വിശുദ്ധി, 4 വിശ്വാസം. ശ്രമത്തിൽ പറയാം ഹല്ലേലൂയ. അപ്പോഴാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ആ കുർബാനയിലൂടെ ഒഴുകുന്ന ആ കൃപ. ശ്രമത്തിൽ പറയാം ഹല്ലേലൂയ. കർത്താവിന്റെ കൃപാവരം നിങ്ങൾ ഏവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ആ ഒരു കൃപ നിങ്ങളിലേക്ക് ഒരു ശക്തമായ വിശുദ്ധി എല്ലാം, അതൊരു ജീവൻ, അത് ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ്. അത് നിങ്ങളിലേക്ക് ഒഴുകി വരണമെങ്കിൽ നിങ്ങൾ എളിമപ്പെട്ട് നിൽക്കണം. നിങ്ങൾ അനുദപിച്ചുകൊണ്ടിരിക്കണം. മാക്സിമം വിശുദ്ധിയിൽ നിങ്ങൾ ജീവിക്കണം. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ വിശ്വാസത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ കൃപ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ശ്രമത്തിൽ പറയാം ഹല്ലേലൂയ. രോഗശാന്തി പോലെ ഒരു കൃപയാ. അനുതാപവും എളിമയും വിശുദ്ധിയും ഉള്ളവർക്ക് കിട്ടുന്നൊരു കൃപയാണെന്ത്? കട്ടവഴി പോകുന്നു, ബന്ധന വഴിയുന്നു, കൃപയാ. ഹല്ലേലൂയ. വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. കൃപയാൽ തിരഞ്ഞെടുക്കപ്പെടുക. യേശുവേ നന്ദി. അതായത് വീണ്ടും കാണാൻ പറ്റും റോമാലേഖനം 11-ാം അധ്യായത്തില് ഏലിയാ പ്രവാചകൻ ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ എല്ലാവരും തന്നെ ബാലന്റെ അടിമകളായി ബാലനെ ആരാധിക്കുന്നു, ഞാൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിലപിക്കുന്നുണ്ട്. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഇങ്ങനെയാണ് പറയുന്നത്. ഏലിയ പറഞ്ഞു, ഇസ്രായേലിനെതിരായ ദൈവത്തോട് എപ്രകാരമാണ് ഏലിയ വാദിക്കുന്നതെന്ന് അവനെ പറ്റി വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. കർത്താവേ, ഇങ്ങനെ പ്രവാചകന്മാരെ അവർ വധിച്ചു, അവരുടെ ബലിപീഠങ്ങൾ അവർ തകർത്തു, അവശേഷിക്കുന്നവൻ ഞാൻ മാത്രം. അവർ എന്റെ ജീവനെയും തേടുന്നു. എന്നാൽ ദൈവം അവനോട് മറുപടി പറഞ്ഞത് എന്താണെന്നോ? ബാലിന്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതായത് പൈശാചികതയിൽ ആരാധിക്കാത്ത, അന്ധവിശ്വാസത്തിലേക്ക് പോകാത്ത, ബാലിന്റെ മുമ്പിൽ കുമ്പിടാത്ത, തെറ്റായ പ്രബോധനം മുമ്പിൽ കുമ്പിടാത്ത 7000 പേരെ ഞാൻ എനിക്കായി മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്രകാരം തന്നെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഇക്കാലഘട്ടത്തിലും ഉണ്ട്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അത് ഇക്കാലഘട്ടത്തിലുണ്ട്. ഈ ഇരിക്കുന്ന നിങ്ങളെല്ലാം കൃപയാ തിരഞ്ഞെടുക്കുക. ബാലിന്റെ മുമ്പിൽ കുമ്പിടാത്ത ജീവിതങ്ങള്, സാത്താന്റെ മുമ്പിലോ അവന്റെ പ്രവർത്തിക്കോ ജീവിതം കൊടുക്കാത്ത ജീവിതങ്ങള്, ഈ പാപത്തിന് തലകുനിക്കാത്ത ജീവിതങ്ങള്, പിടിച്ചു നിൽക്കുന്ന ജീവിതം. ആ പിടിച്ചു നിൽക്കുന്ന മുഴുവൻ എന്തിനാലാണ് പറഞ്ഞ? എന്തിനാ? കൃപയാൽ. ഹല്ലേലൂയ. നാട് മുഴുവൻ വഴിപെടുമ്പോഴും, നാട് മുഴുവൻ ധനത്തിന് വേണ്ടിയും പേരിനും പെരുമയ്ക്കും വേണ്ടിയും സെക്സിനും വേണ്ടിയും മദ്യത്തിനു വേണ്ടി ഓടി നടക്കുമ്പോൾ, അതിനെക്കുറിച്ച് ഘോരഘോരം പ്രഘോഷിക്കുമ്പോൾ അതിനകത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു അവശിഷ്ട ഭാഗം. അതാണ് ഈ മരിയൻ ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷയുടെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. ഇതൊരു അവശിഷ്ട ഭാഗം. ദൈവത്തിന്റെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മക്കള്, ഇതിലേക്ക് ദൈവഹിതപ്രകാരമുള്ളവർ മാത്രമേ വരാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയാണ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. സർവ്വത്തിൽ ഹല്ലേലൂയ. ഉറക്കെ സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. വാങ്ങിന്റെ മുമ്പിൽ കുമ്പിടാത്ത 7000 പേരെ എനിക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, കൃപയാലുള്ള ജനം. നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ.